ഹായ് ഫ്രണ്ട്സ്, പിണറായിയിലെ സവാരി ട്രാവൽ മേറ്റിൻ്റെ കൂടെ വീണ്ടും ഒരു യാത്ര. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ ഭൂട്ടാനിലേക്ക്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ ബാഗ്ദോഗ്രയിലേക്ക്, അവിടെ നിന്ന് റോഡ് മാർഗം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ഗ്രാമമായ ഫുഡ് ഷോലിംഗിലേക്ക്. വ്യത്യസ്ത ജില്ലകളിൽ നിന്നായി ഞങ്ങൾ 18 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഫുഡ് ഷോലിംഗിലെത്തിയപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ നിന്നിറങ്ങി. ഭൂട്ടാനിൽ പാസ്പോർട്ട് നിർബന്ധമില്ല. വോട്ടർ ഐഡിയോ പാസ്പോർട്ടോ ഏതെങ്കിലും ഒന്ന് മതി. നമ്മുടെ ആധാർ കാർഡ് ഇവിടെ സ്വീകരിക്കുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ഭൂട്ടാന്റെ മണ്ണിൽ. അപ്പോഴേക്കും ഞങ്ങളുടെ ട്രാവലർ അവിടെ എത്തി. പിന്നെ നേരെ ഗാക്കി ഹോട്ടലിലേക്ക്. ഭൂട്ടാന്റെ എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം നന്നായുണ്ട്. നന്നായി ചിരിച്ചുകൊണ്ട് ശാന്തരായി ജോലി ചെയ്യുന്ന കുറെ പേരെ ഇവിടെ കണ്ടു. ഏകദേശം 8 ലക്ഷമാണ് ഭൂട്ടാനിന്റെ ജനസംഖ്യ. അതിൽ തന്നെ ഭൂരിഭാഗവും ബുദ്ധമത വിശ്വാസികളാണ്. വളരെ വൃത്തിയായി പരിസരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇവിടുത്തെ രാജാക്കന്മാരെ ദൈവതുല്യരായാണ് ഇവർ കണക്കാക്കുന്നത്. നിലവിലുള്ളതും മുൻഗാമികളായവരുമായ രാജാക്കന്മാരുടെ കുടുംബത്തിന്റെയും ഫോട്ടോസ് പലയിടത്തും കണ്ടു. രാവിലെ വീണ്ടും എമിഗ്രേഷൻ ഓഫീസിലേക്ക്. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വളരെ ശാന്തമായിരുന്ന ഓഫീസ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബഹളമയമായി. അവർക്കെന്തെങ്കിലും തോന്നിക്കാണുമോ? ചിലപ്പോൾ അവർക്കതൊരു ശീലമായി കാണും. ദിവസേന ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് ചോട്ടു. അവരുടെ പരമ്പരാഗത വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ജോലിക്കും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് ധരിക്കണമെന്നത് ഇവിടെ നിർബന്ധമാണ്. യാത്രയിലുടനീളം പച്ചപുതച്ച മലനിരകളും പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളും കണ്ടു. ഇടയ്ക്കൊരു ചെക്ക് പോസ്റ്റ്. ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വന്നു. എല്ലാവരുടെയും ID കാർഡ് പരിശോധിച്ച് ഹാവ് എ നൈസ് ഡേ പറഞ്ഞ് മനോഹരമായി ചിരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം, അധികം വലിയ വണ്ടികളൊന്നും കാണാനില്ല എന്നതാണ്. ട്രാവലറോ അതിനേക്കാൾ ചെറുതോ ആയ വാഹനങ്ങളാണ് കൂടുതലും കണ്ടത്. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ അത്തരം വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ അനുവാദമുള്ളൂ. ഇടയ്ക്ക് മഞ്ഞ് പുതച്ച മലനിരകളും കണ്ടു. ഭൂട്ടാൻ ലോകത്തിലെ ഏക കാർബൺ നെഗറ്റീവ് രാജ്യമായതെങ്ങനെയെന്ന് ശരിക്കും മനസ്സിലാക്കി തരുന്ന ഒരു യാത്രയാണിത്. ഭൂവിസ്തീർണത്തിന്റെ 60-70% വരെ കാടാണ്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഭൂമിക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഇവർ വളരെ ശ്രദ്ധിക്കുന്നു. അതുപോലെ കാറ്റിലും മറ്റും പൊട്ടി വീഴുന്ന മരങ്ങളാണ് കൂടുതലും ഇവർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത്യാവശ്യങ്ങൾക്കായി മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് ധാരാളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നു. മറ്റൊരു കാര്യം, 6 നിലയിൽ കൂടുതലുള്ള ഒരു കെട്ടിടവും ഇവിടെ കാണാനില്ല എന്നതാണ്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമായതിനാലാണ് സർക്കാർ അത്തരത്തിൽ നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണ് കാണുന്നത്. 50 km/h ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്.